നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഓരോ ജീവിതങ്ങളും താരതമ്യങ്ങൾക്കപ്പുറമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ യാചകൻ കൃഷിക്കാരൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടുകാർ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കൂട്ടിന് ആരുമില്ലാതെ തനിച്ച് എത്ര നാളായി താൻ അലയുന്നു. എന്തൊരു ജീവിതമാണ് തൻ്റേത്, യാചകൻ ചിന്തിച്ചു. ആ കർഷകൻ ഭാര്യയോട് പറഞ്ഞു, ഇത്തവണ കൃഷി ഇറക്കാൻ പണം തികയില്ല. ഞാൻ പലിശക്കാരൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി വരാം. അവിടെ എത്തിയ കർഷകൻ ചിന്തിച്ചു, ഇയാൾ എത്രമാത്രം സമ്പന്നനാണ്. ഒരു ദിവസമെങ്കിലും തനിക്ക് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ? പലിശക്കാരൻ കുടുംബമൊത്ത് ഒരു വസ്ത്രവിൽപ്പനശാലയിലെത്തി. അപ്പോഴാണ് അവിടെ വിവിധ നഗരങ്ങളിൽ നിന്നെല്ലാം ധാരാളം തുണിത്തരങ്ങൾ എത്തുന്നത് കണ്ടത്. ഇയാളെപ്പോലെ എന്നാണ് തനിക്ക് കോടിപതിയാകാൻ സാധിക്കുക? പലിശക്കാരൻ ചിന്തിച്ചു. കച്ചവടക്കാരൻ ഉച്ചയൂണിന് വീട്ടിലെത്തിയപ്പോൾ അവിടെ യാചകൻ ഒരു തണലത്തിരുന്ന് ഉറങ്ങുന്നത് കണ്ടു. അയാൾ ചിന്തിച്ചു, തനിക്ക് കടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ജീവിക്കുകയാണെങ്കിൽ ഈ യാചകനെ പോലെ ജീവിക്കണം. അയാൾ എത്ര സമാധാനമായാണ് ഉറങ്ങുന്നത്. ആശകൾ അതിരറ്റതാകുമ്പോഴാണ് ആനന്ദം അന്യമാകാൻ കാരണം. ഉയർച്ചയും പെരുമയും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, അതിൽ തെറ്റുമില്ല. പക്ഷേ സ്വയം ഉയർച്ചയെ മറ്റുള്ളവരുടെ സമവാക്യങ്ങളുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നതാണ് അപകടകരം. എല്ലാ ജീവിതങ്ങളും താരതമ്യങ്ങൾക്ക് അപ്പുറമാണ്. അപരനാകാൻ ശ്രമിക്കാതെ അവനവനാകാൻ നമുക്ക് ശ്രമിക്കാം. ശുഭദിനം.